واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളും ഇതര കർമ്മങ്ങളെല്ലാം അല്ലാഹു പൂർണ്ണമായി ഖബൂൽ ചെയ്യുകയും വന്നുപോയിട്ടുള്ള വീഴ്ചകളെല്ലാം മാപ്പ് ചെയ്ത് തരികയും ചെയ്യുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അല്ലാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കുറഞ്ഞ കാല ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യരാകുന്ന നമ്മെ ഓരോരുത്തരെയും ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വിവിധ മേഖലകളിൽ അവന് ബന്ധപ്പെടേണ്ടി വരും. ഉദ്യോഗപരമായി, ഇടപാടുപരമായി, കുടുംബപരമായി, വൈവാഹികപരമായി, സാമുദായികപരമായി എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ബന്ധപ്പെടേണ്ടി വരും. അവിടെയെല്ലാം മനുഷ്യന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് യാത്ര എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധമായ ഇസ്ലാമിൽ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുപാട് നിബന്ധനകളും ബാധ്യതകളും വിശ്വാസികളെ ഉണർത്തുന്നുണ്ട്. ഇന്നലെ നമ്മുടെ നാട്ടിലൊരു മരണം നടക്കുകയുണ്ടായി. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ബൈക്ക് അപകടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി മഗ്ഫിറത്തും റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ തീവ്രമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. അല്ലാഹു പരിപൂർണ ശിഫാവും ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അനിയന്ത്രിതമായ വേഗത, യാതൊരു നിയമങ്ങളും പാലിക്കാത്ത, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള യാതൊരു നിയമങ്ങളും പാലിക്കാതെയുള്ള യാത്ര, സഞ്ചാരം. മരണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മരണം അള്ളാഹുവിന്റെ തീരുമാനമാണ്, എപ്പോൾ മരിച്ചാലും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ പാലിക്കുന്ന സൂക്ഷ്മതകൾ അള്ളാഹുവിനെ പല തീരുമാനങ്ങളും എടുക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ, കുടുംബ ബന്ധം ചേർക്കുന്നവന് ആയുസ് നീട്ടിക്കിട്ടും. കുടുംബ ബന്ധം ചേർക്കുന്നവൻ, ഉപ്പയുടെ ഉമ്മയുടെ ബന്ധങ്ങൾ, ഭാര്യയുടെ ബന്ധങ്ങൾ, ഇവരെയൊക്കെ പോയി ഇടയ്ക്ക് സന്ദർശിക്കുന്നത് ആയുസ് നീട്ടിക്കിട്ടുന്നതിന് കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ മനുഷ്യന്റെ ആയുസ് നീട്ടിക്കിട്ടും. അപ്പൊ ഈ രീതിയിൽ കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുന്നതിനനുസരിച്ച്, സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കുന്നതിനനുസരിച്ച് അള്ളാഹു തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തും. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് റബ്ബാണല്ലോ. ഒരു വ്യക്തി 45 വയസ്സുവരെ ജീവിക്കണമെന്നായിരിക്കണം ആദ്യം അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷേ അവന് കൊടുത്ത സ്വാതന്ത്ര്യത്തിന് അതീതമായി അവൻ കർമ്മങ്ങൾ കൂടുതലായി പ്രവർത്തിക്കുമ്പോൾ റബ്ബിന് തീരുമാനം മാറ്റാം. അള്ളാഹു അത്തരത്തിൽ നമുക്കെല്ലാം ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാതെ വരുന്ന അതിന്റെ ഭവിഷ്യത്ത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെടുന്ന അനിയന്ത്രിതമായിട്ടുള്ള യാത്രയിലുള്ള വേഗത, സ്പീഡ് അല്ലെ, മാതാപിതാക്കൾക്ക് എന്നേക്കും കണ്ണുനീരായി മാറുന്ന സാഹചര്യം, അവസ്ഥ, അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ചെറുപ്പക്കാരാണ് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. യാതൊരു നിയമങ്ങളും പാലിക്കുന്നില്ല, അനിയന്ത്രിതമായിട്ടുള്ള വേഗത. മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം അല്ലേ, തിരിച്ചെത്തുന്നത് വരെ എല്ലാവർക്കും വിഷമവും വേദനയും ഒക്കെ ആയിരിക്കും, പ്രാർത്ഥനയിലായിരിക്കും. അല്ലാഹു നമ്മുടെ മക്കൾക്കെല്ലാം ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് എന്നാണ്. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് അല്ലെങ്കിൽ ഖിത്അത്തും മിൻ ജഹന്നം, നരകത്തിന്റെ ഒരു പീസാണ് യാത്ര എന്ന് പറയുന്നത്. നരകത്തിൽ നിന്നുള്ളൊരു ഖിത്അത്ത്, ഒരു കഷ്ണം, ഒരു പീസാണ് യാത്ര എന്ന് പറയുന്നത്. ഇന്ന് ആധുനിക ടെക്നോളജികളും സംവിധാനങ്ങളും കാറും ഫ്ലൈറ്റും ട്രെയിനും ഒക്കെയുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠം എക്കാലത്തും മാതൃകയാണ്. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, നരകത്തിന്റെ ഒരു പീസാണ് യാത്ര. അത് എത്ര സൗകര്യത്തോടു കൂടി യാത്ര ചെയ്താൽ, AC ഇട്ട് യാത്ര ചെയ്താലും, കൂടിയ മുന്തിയ ഇനം വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ പോലും യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു, പ്രവാചകൻ പഠിപ്പിക്കുക, അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്ന, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, പാനീയം കൃത്യമായി കുടിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം. അപ്പൊ യാത്ര ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു പരീക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഹദീസിന്റെ അവസാനം പഠിപ്പിക്കുന്നത്, ഫൈദാ ഖദാ അഹദുകും നഹ്മതഹു, നിങ്ങൾ ആരെങ്കിലും യാത്ര പുറപ്പെട്ടു, ആ യാത്രയുടെ ലക്ഷ്യപൂർത്തീകരണം നടന്നാൽ ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിയേക്കണം. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വ്യക്തി യാത്ര ചെയ്യുന്നു. ലക്ഷ്യം പൂർത്തീകരിച്ചാൽ പിന്നെ കറങ്ങി നടക്കരുത്. ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, ധൃതി കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയേക്കണം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖുറൈശ് 106-ാമത്തെ അധ്യായമാണ്. ഏത് വിഷയത്തിൽ ഇറങ്ങിയതെന്ന് അറിയുമോ? യാത്രയുടെ വിഷയത്തിൽ ഇറങ്ങിയ സൂറത്താണ്. നമുക്കറിയില്ല. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. വിശുദ്ധ ഖുർആനിലെ 106-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖുറൈശ്. യാത്രയുടെ വിഷയത്തിൽ ഇറങ്ങിയതാ. യാത്ര എന്ന് പറയുമ്പോൾ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നതല്ല യാത്ര. കല്ലാട്ടുമുക്ക് നിന്ന് ചാല കമ്പോളത്തിലേക്ക് ബൈക്കിൽ വരുന്നത് യാത്രയാണ്. അത് 100 കിലോമീറ്റർ ആയിരുന്നാലും 1 കിലോമീറ്റർ ആയിരുന്നാലും 500 കിലോമീറ്റർ ആയിരുന്നാലും 5 കിലോമീറ്റർ ആയിരുന്നാലും യാത്രയാണ്. അത് ബൈക്കിലുള്ള യാത്രയാകട്ടെ, സൈക്കിളിലുള്ള യാത്രയാകട്ടെ, നടന്നുകൊണ്ടുള്ള യാത്രയാകട്ടെ. വിശുദ്ധ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതനുസരിക്കൽ വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ ഖുറൈശിൽ അള്ളാഹു പറയുന്നത് ഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ, ഈലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്, കഠിനമായ തണുപ്പ് കാലത്തും ചൂട് കാലത്തും അവർക്ക് യാത്ര ഇണക്കമുണ്ട്. റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ യാത്ര ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ അവരുടെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ. റിഹ്ലത്ത്, യാത്ര. ഇവിടെ എന്താ അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുറൈശികൾ അതിശക്തമായ ഉഷ്ണകാലത്ത് വടക്കോട്ട് യാത്ര ചെയ്യുമായിരുന്നു. വടക്കോട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ സിറിയയുടെയും ഷാമിന്റെയും ഭാഗത്തേക്ക്. അതിശക്തമായ ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് തെക്കോട്ട് യാത്ര ചെയ്യും. തെക്കോട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യമനിന്റെ ഭാഗത്തേക്ക്. എന്തിനാ യാത്ര ചെയ്യുന്നത്? അന്ന് അറേബ്യയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഈത്തപ്പഴം പോലെയുള്ള കാർഷിക വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ യാത്ര അനിവാര്യമായിരുന്നു. മറ്റ് നാടുകളിൽ പോയി ഇവിടെയുള്ള സാധനം, അറേബ്യയിൽ ഉണ്ടായിരുന്ന സാധനം കയറ്റുമതി ചെയ്യലും, മറ്റ് നാടുകളിൽ പോയി സഞ്ചരിച്ച് ഗോതമ്പ് പോലെയുള്ള വിഭവങ്ങൾ അതിനെ സ്വന്തം നാട്ടിൽ ഇറക്കുമതി ചെയ്യലും വളരെ അപകടം പിടിച്ചൊരു യാത്രയായിരുന്നു. അറേബ്യയുടെ കിടപ്പും ഭൂപ്രദേശവും ഭൂപ്രകൃതിയും ഒക്കെ വെച്ചുകൊണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ അതിശക്തമായ തണുപ്പാണ്. നമുക്കറിയാം, സൗദിയിലൊക്കെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി നിന്നിട്ടുള്ളവർക്കറിയാം, തണുപ്പെന്ന് പറഞ്ഞാൽ അതിശക്തമായ തണുപ്പ്, ചൂടെന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂട്. വലിയ സംഘട്ടനങ്ങൾ നടക്കും, അപായങ്ങൾ സംഭവിക്കും, ആളപായങ്ങൾ സംഭവിക്കും. വളരെ അപകടം പിടിച്ച യാത്രയാണ്. യാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ 2 മാസം 3 മാസം ഒക്കെ പിടിക്കും. ഈ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. അതാ ഈ സൂറത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. യാത്ര എളുപ്പമാക്കി കൊടുത്തതിനാൽ അവർ അവരുടെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ. ഈ അപകടം പിടിച്ച യാത്ര ഞാൻ എളുപ്പമാക്കി കൊടുത്തതിനാൽ അവർ അവരുടെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് അർത്ഥം. എന്താ എങ്ങനെ അല്ലാഹു എളുപ്പമാക്കി കൊടുത്തത്? ഈ യാത്രയിൽ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. വാഹന സൗകര്യമായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും, ഭക്ഷണ വിഭവങ്ങളായിരുന്നാലും എല്ലാം അല്ലാഹു അധികരിപ്പിച്ചു കൊടുത്തു. രണ്ടാമത് ഖുറൈശികൾക്ക് അല്ലാഹു വളരെ ബഹുമതി കൊടുത്തു, പ്രസിദ്ധി കൊടുത്തു. അതുകൊണ്ട് തന്നെ ആരും അവരെ ഉപദ്രവിക്കാൻ വരികയില്ലായിരുന്നു. ഒരു ബഹുമാനം, ആദരവ് എല്ലാവരുടെ മനസ്സിലുണ്ടായി. ഖുറൈശികളുമായി സംഘടനത്തിൽ ഏർപ്പെടരുത്, ഖുറൈശികളെ ഉപദ്രവിക്കരുത്. മൂന്നാമത് അല്ലാഹു ഈ യാത്രയെ സംബന്ധിച്ചുള്ള അതിന്റെ എല്ലാ ഊടുവഴികളും കൃത്യമായ അതിനെ സംബന്ധിച്ചുള്ള ബോധ്യം കൊടുത്തു. എല്ലാ വഴികളെയും കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു അവർക്ക് യാത്ര എളുപ്പമാക്കി. വളരെ വേഗം തന്നെ സിറിയയിലെത്തുവാൻ, വളരെ വേഗം തന്നെ യമനിലെത്തുവാൻ, ഇറക്കുമതി ചെയ്യുവാൻ, കയറ്റുമതി ചെയ്യുവാൻ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാൻ അല്ലാഹു അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. الذي أطعمهم من جوع وآمنهم من خوف. വിശപ്പിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷിച്ചു, ഭയത്തിൽ നിന്ന് അല്ലാഹു അവർക്ക് മുക്തി കൊടുത്തു. അപ്പൊ ഇത് വലിയ അനുഗ്രഹമാണ് യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന യാത്ര അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിന്റെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലെ, ഒരു പട്ടി കുറുക്ക് ചാടി ബൈക്കിൽ നിന്ന് വീണു, എത്ര അപകടങ്ങൾ! അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. 2 ദിവസം മുമ്പ് ബൈക്കിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ വലിയൊരു പട്ടി കുറുക്ക് ചാടി ബൈക്കിൽ ഇടിച്ചു. അൽഹംദുലില്ലാഹ്, ബൈക്കൊന്നും കുലുങ്ങിയതുപോലുമില്ല. കൃത്യമായ വിശ്വാസമുണ്ട്. അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യാത്രയിൽ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകളുണ്ട്. നമുക്ക് വലിയ ഖൈറുണ്ടാകും, ഒരു നഷ്ടവും സംഭവിക്കില്ല, ഒരു പരാജയവും ഉണ്ടാകില്ല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സാലിം ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പോകുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അരികിൽ വരും. ഇദാ അത്തർ റജുല വഹുവ യുരീദു സഫറ. ആരെങ്കിലും യാത്ര പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അരികിൽ വരും. വഹുവ യുരീദു സഫർ. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, ഉദ്നു ഹത്താ യുവദ്ദിഉക കമാ കാന യുവദ്ദിഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തോട്ട് നിക്ക്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര അയച്ചതുപോലെ ഞങ്ങളെ നബി തങ്ങൾ യാത്ര അയക്കുമായിരുന്നു, അതുപോലെ ഞാനും ഒന്ന് യാത്ര അയക്കട്ടെ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് പറയും. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയും ചെവിയിൽ, അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആര് യാത്ര പുറപ്പെട്ടാലും, രാവിലെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, സഹോദരൻ വീട്ടിൽ നിന്ന് പോകുന്നു, മക്കൾ ബൈക്കിൽ പോകുന്നു, പഠിക്കാനാകട്ടെ ഉദ്യോഗത്തിനാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, ഈ ദുആ പറഞ്ഞിറക്കി വിടണം.
നബി തങ്ങൾ പഠിപ്പിക്കുന്നത് അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക്. നിന്റെ വിശ്വസ്തതയുടെ വിഷയത്തിൽ, നിന്റേതാകുന്ന അസ്തൗദിഉല്ലാഹു ദീനക, നിന്റെ ദീനിന്റെ വിഷയത്തിൽ, നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനത്തിന്റെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു. ഇത് ചെറിയ ദുആ ഒന്നുമല്ല, വിശാലമായ അർത്ഥമുണ്ട്, വിശാലമായ അർത്ഥം. ഒരു അപകടവും സംഭവിക്കില്ല, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര അപകടങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക്. അമിതമായ വേഗത, സ്പീഡ്, അനിയന്ത്രിതമായിട്ടുള്ള വാഹനമോടിപ്പ്, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു നിയമങ്ങളും പാലിക്കാതെയുള്ള വാഹനത്തിന്റെ കുതിപ്പ് അപകടം വരുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കൃത്യമായ നിർദ്ദേശം നമ്മൾ പാലിക്കണം. വിശുദ്ധ ഇസ്ലാമിന് ആ വിഷയത്തിലും കാഴ്ചപ്പാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, നബി തങ്ങൾ വ്യാഴാഴ്ച ദിവസം യാത്ര പുറപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ ഫീ ഗസ്വതി തബൂക് യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസമായിരുന്നു ഗസ്വത്ത് യുദ്ധത്തിന് വേണ്ടി, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തത്. വകാന യുഹിബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖ്റുജ യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസം യാത്ര പുറപ്പെടുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നമ്മുടെ സൗകര്യം, ഇത് നബി തങ്ങളുടെ സുന്നത്താണ്. വ്യാഴാഴ്ച ദിവസം യാത്ര പുറപ്പെടുവാൻ നബി തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പിന്നെ നമ്മുടെ സൗകര്യം പോലെ ശനിയാഴ്ചയോ ഞായറാഴ്ച യാത്ര പുറപ്പെടാൻ കുഴപ്പമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ ചില കാര്യം ശ്രദ്ധിക്കണം. പരമാവധി ഒറ്റയാളായിട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ തുനിയരുത്. സംഘത്തോടൊപ്പം യാത്ര ചെയ്യണം. ഇത് വളരെ ചെറിയ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നബിതങ്ങൾ പഠിപ്പിക്കുന്നു, അർറാകിബു ശൈത്താനുൻ, ഒറ്റയായിട്ട് യാത്ര ചെയ്യുന്നത് ഒരു ശൈത്താനാണ്. വറാകിബാനി ശൈത്താനാനി, രണ്ടുപേരായിട്ട് യാത്ര ചെയ്യുന്നത് രണ്ട് ശൈത്താന്മാരാണ്. വസലാസത്തു റകുബുൻ, മൂന്ന് പേരായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഒരു സംഘം. അതിൽ ബറക്കത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോ അള്ളാഹുവിനെ കുറിച്ച് കളിതമാശകളിൽ മുഴുകാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് ചിരിക്കാനല്ല, മറിച്ച് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന നല്ല കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്യാൻ പരിശ്രമിക്കണം. അല്ലെ, യാത്രയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അതല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി നമ്മളെ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മളെ സഹായിക്കാൻ സഹോദരങ്ങൾ കാണും. ഇത് വലിയൊരു സന്ദേശമാണ്. പരമാവധി സംഘം എന്ന് പറയുന്നത് 3 പേര്, 2 പേരല്ല. അതാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരു ശൈത്താൻ. ഞങ്ങൾ പറഞ്ഞ പ്രയോഗമാണ്, അർറാകിബാനി ശൈത്താനാനി, 2 പേരായിട്ട് യാത്ര ചെയ്യുന്നത് 2 ശൈത്താന്മാരാണ്. വസലാസത്തു റകുബുൻ, 3 പേരായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഒരു സംഘം. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യാത്രയ്ക്ക് വ്യാഴാഴ്ച ദിവസം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ സംഘമായിട്ട്, പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, വലിയ അപകടങ്ങൾ. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ലൗ യഅലമുന്നാസു മാ ഫിൽ വഹ്ദതി മാ അഅലമു മാ സാറ റാകിബുൻ ബിലൈലിൻ വഹദ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വിഷയത്തിലുള്ള ഭവിഷ്യത്ത് എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആരും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന്റെ വിഷയത്തിലുള്ള ഭവിഷ്യത്ത് എനിക്കറിയാവുന്നതുപോലെ എന്നാൽ നിങ്ങൾക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരും മാസാറ റാകിബുൻ ബിലൈലിൻ വഹദ, രാത്രിയിൽ നിങ്ങൾ ആരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്ന പാഠമാണ്. എന്ന് മാത്രമല്ല, 3 പേരായിട്ട് പോകുമ്പോ ഇദാ ഖറജ സലാസത്തുൻ ഫൽയുഅമ്മിറു അഹദഹും, 3 പേരായിട്ട് യാത്ര പുറപ്പെടുമ്പോ ഒരു നേതാവിനെ, ഒരു അമീറിനെ തീരുമാനിക്കണം. 3 പേരായിട്ട് പോകുക. ആർക്കാണോ, എന്ത് ലക്ഷ്യത്തിനാണോ പോകുന്നത്, ആരുടെ ആവശ്യത്തിനാണോ പോകുന്നത്, അദ്ദേഹം അങ്ങ് അമീറായാൽ മതി. ഇന്ന് നമുക്ക് യാത്ര പോകുന്ന അറിയാം, കാറില് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഈ ഭൗതികമായിട്ടുള്ള യാത്രകൾ വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ആത്മീയ വടം കൊണ്ട് വലിഞ്ഞു മുറുക്കുന്നില്ല ആരെയും. യാത്രകൾ ധാരാളമായി ചെയ്യണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. പക്ഷെ എങ്ങനെ യാത്ര ചെയ്യണം? അള്ളാഹുവിനെ മറന്നു കളയാതെ കൃത്യമായി നമസ്കാര സമയത്ത് നമസ്കരിക്കാൻ സാധിക്കണം.
ദിക്ർ ചെയ്യാൻ സാധിക്കണം, ദുആ പാരായണം ചെയ്യാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ. അപ്പോഴാണ് യാത്ര ഒരു ഇബാദത്തായി മാറുന്നത്. യാത്ര ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് മാത്രം അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. അള്ളാഹു മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. യാത്ര പുറപ്പെടുന്ന നബിതങ്ങൾ മറ്റൊരു പാഠം നൽകുന്നത്, ചില ആളുകളുടെ വീട്ടിൽ നായയൊക്കെ കാണും, നായ. അതുപോലെ ചില വീടുകളുടെ മുന്നിൽ വരുമ്പോൾ ബെല്ലും മണിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടാകും. ഇത്തരം സാധനങ്ങളൊന്നും യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. യാത്രയുടെ മര്യാദകളുടെ കൂട്ടത്തിൽ നബിതങ്ങൾ എണ്ണി പറഞ്ഞതാ, ലാ തസ്ഹബുൽ മലായികതു, ലാ തസ്ഹബുൽ മലായികതു. പലപ്പോഴും യാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന അപകടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്, പ്രൊട്ടക്ഷൻ നൽകുന്നത് മലക്കുകളാണ്. നമ്മൾ വാട്സാപ്പിലൊക്കെ ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ടല്ലോ, ചില ആളുകൾ ഒരു സ്ഥലത്ത് നിൽക്കും, അവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഭീമാകാരമായ ഒരു മരം വന്ന് അവിടെ ഒടിഞ്ഞു വീഴും. അവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ അതിശക്തമായിട്ടുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ അവിടെ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അമിത വേഗതയിൽ വാഹനം വന്ന് ഇടിച്ചു കയറും. അപ്പൊ ഇതൊക്കെ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അള്ളാഹു ഏൽപ്പിക്കുന്നതാ. എന്നാൽ ഈ വിഭാഗം ആളുകൾക്ക് മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകൂല. ലാ തസ്ഹബുൽ മലായികതു ഫീഹാ റുഫ്ഖതൻ കൽബുൻ വലാ ജറസുൻ. വീട്ടിലെ നായ വളർത്താൻ പാടില്ല, മലക്കുകൾ അടുക്കൂല. അതുപോലെ വീടിന്റെ ഫ്രണ്ടിൽ ചില ആളുകൾ അറിവില്ലാത്തതിന്റെ പേരിൽ മണി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്, മലക്കുകളുടെ സഹവാസം ഉണ്ടാകൂല. ലാ തസ്ഹബുൽ മലായികതു, മലക്കുകളുടെ സഹവാസം ഉണ്ടാകുകയില്ല. ഒരു സംഘത്തിൽ ഫീഹ കൽബുൻ വലാ ജറസുൻ. ആ സംഘം ഈ പെറ്റ്സിനെയൊക്കെ കൊണ്ടുപോകുമല്ലോ, ഈ പെറ്റ്സിനെയൊക്കെ ഇതിന് യാത്രയിൽ കൊണ്ടുപോകാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മലക്കുകൾ അടുക്കുകയില്ല. കൽബുൻ വലാ ജറസുൻ, മലക്കുകളുടെ സഹവാസം, അവരുടെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാത്രയിൽ നിങ്ങൾ സാധനങ്ങൾ ഒരുക്ക് കൂട്ടണം, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്ക് കൂട്ടണം. ഏറ്റവും നന്നായി ഒരുക്ക് കൂട്ടേണ്ടുന്ന വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുക്ക് കൂട്ടേണ്ടുന്ന വിഭവം തഖ്വ, സൂക്ഷ്മത. അമിതമായി സന്തോഷിച്ച്, ആർത്തുല്ലസിച്ച്, അട്ടഹസിച്ച്, ചിരിച്ച്, കളിച്ച്, കുടിച്ച്, രമിച്ച് യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ യാത്ര ഇല്ലേ? ചില കാറുകൾ 7 കരണം മറിയും, പക്ഷെ ആളിനൊന്നും സംഭവിക്കൂല. പടച്ചവന്റെ കൃത്യമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. ചില ആളുകൾ ചെറുതായിട്ടൊന്ന് ഇടിച്ച് തല പോയി സ്റ്റിയറിംഗിൽ മുട്ടത്തെയുള്ള ആൾ ഔട്ടാവും, മരണപ്പെടും. അല്ലാഹു. ഇപ്പൊ ഇതിനെല്ലാം പടച്ചവന്റെ വ്യക്തമായ തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ യാത്ര ചെയ്യണം. 23 വയസ്സ്, 25 വയസ്സ് അകാലത്തിൽ പൊലിയുന്ന എത്ര ജീവനുകൾ! ഈ അകാലത്തിൽ പൊലിയുക എന്ന് പറഞ്ഞാൽ മരണം, നേരത്തെ പറഞ്ഞതുപോലെ മരണമെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. പക്ഷെ സൂക്ഷ്മത പാലിക്കുന്നതിനനുസരിച്ച്, കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു ആയുസ് നീട്ടിത്തരും. അത്തരത്തിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത സ്ഥലത്തേക്ക്, കല്ലാട്ടുമുക്കിൽ നിന്ന് കമ്പോളത്തിലേക്ക്, കടയിലേക്ക് വരികയാണ്, വലതുകാല് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതല്ലെങ്കിൽ ചന്തയിലേക്ക് പോവുകയാണ്, ഹാർബറിലേക്ക് പോവുകയാണ്, വലതുകാല് വെച്ച് ഇറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വലതുകാല് വെച്ച്, ഇടതുകാല് വെച്ച് വീട്ടിൽ കയറുമ്പോൾ വലതുകാലും ഇടതുകാല് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം, മര്യാദകൾ പാലിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വാഹനത്തിൽ നിങ്ങൾ കയറിയിരുന്നാൽ, അത് സൈക്കിളാകട്ടെ, ബൈക്കാകട്ടെ, കാറാകട്ടെ, എന്തുമായി കൊള്ളട്ടെ, വാഹനത്തിൽ നിങ്ങൾ കയറിയിരുന്നാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നിർബന്ധമായിട്ടും ഈ ദുആ പാരായണം ചെയ്യണം, അപകടങ്ങൾ ഉണ്ടാകൂല. നബി തങ്ങൾ തരുന്ന വാക്കാണിത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വേറൊരു ദുആ നബി തങ്ങൾ എന്താ ഇതിന്റെ അർത്ഥം? എന്താ? ഈ വാഹനം ഓടിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ,
വിശുദ്ധ ഖുർആനിലെ ആയത്താണിത്. ഈ വാഹനം ഓടിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ റബ്ബ് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എല്ലാ റബ്ബിന്റെ സന്നിധിയിലേക്ക് വരേണ്ടവരാണ്. റബ്ബിന്റെ സന്നിധിയിലേക്ക് എന്തായാലും വരും. ചെറുതും വലുതുമാകുന്ന ലോറി, കാറ്, ഫ്ലൈറ്റ്, ട്രെയിൻ, ഇതൊക്കെ ഓടിക്കുന്ന എത്ര പേര്, ഇതിൽ സഞ്ചരിക്കുന്ന എത്ര പേര് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു. സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. മറ്റൊരു ദുആ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ബൃഹത്തായ ദുആയ, വളരെ പവിത്രമായ ദുആയ. ഈ ദുആ എങ്ങനെ പഠിക്കുന്നത്? ഈ ദുആ എങ്ങനെ പഠിക്കുന്നത്? മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായമാണ്. പേപ്പറിൽ എഴുതിയിട്ട് കാറിന്റെ ഡാഷ്ബോർഡിൽ ഇട്ടേക്കണം, അതല്ലെങ്കിൽ ബൈക്കിന്റെ ഫ്രണ്ടിൽ ആ പോക്കറ്റിൽ ഇട്ടേക്കണം. ബൈക്കിൽ കയറി ഇരിക്കുമ്പോൾ, അതല്ലെങ്കിൽ കാറിൽ കയറി ഇരിക്കുമ്പോൾ ആ ഡാഷ്ബോർഡ് തുറന്ന് പേപ്പർ എടുത്തിട്ട് വായിക്കണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. 15 പ്രാവശ്യം യാത്ര ചെയ്ത് പാരായണം ചെയ്യുമ്പോൾ ഇതൊക്കെ മനഃപ്പാടമാകും. സൂറത്ത് യാസീൻ മനഃപ്പാടമായതുപോലെ അല്ലെ? സൂറത്ത് യാസീൻ നമുക്കൊക്കെ അറിയാമല്ലോ. ഇതുപോലെ ഈ ദുആ മനഃപ്പാടമാകും. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعدا اللهم أنت الصاحب في السفر والخليفة في الأهل. വളരെ പ്രധാനപ്പെട്ട അർത്ഥമുള്ള ദുആയ. അല്ലാഹുവേ, ഈ യാത്രയിൽ നന്മ നൽകണമേ, നിനക്ക് തൃപ്തിപ്പെട്ട അമല് നൽകണമേ. അല്ലാഹുവേ, ഈ യാത്രയുടെ വഴിദൂരം നീ കുറച്ച് തരണമേ. വതുവി അന്നാ ബുഅദാ, ഈ യാത്രയുടെ വഴിദൂരം നീ കുറച്ച് നൽകണം നാഥാ. അല്ലാഹുമ്മ അന്ത സാഹിബു ഫിസ് സഫർ. എന്താ അർത്ഥമാണെന്നറിയാമോ നബി തങ്ങൾ? ഈ യാത്രയിലെ എന്റെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ. ഈ യാത്രയിലെ എന്റെ കൂട്ടുകാരൻ നീ മാത്രമാണ്. സാഹിബ്, അല്ലാഹുമ്മ അന്ത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. താൽക്കാലികമായി ഞാൻ വിട്ടേച്ചു വന്നിരിക്കുന്ന എന്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രതിനിധി നീയാണ് റബ്ബേ. താൽക്കാലികമായി ഞാൻ യാത്ര പുറപ്പെട്ടപ്പോൾ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രതിനിധി നീയാണ്. എന്റെ യാത്രയിലെ കൂട്ടുകാരനും നീയാണ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ അഹ്ലി വൽ മാലി യാ റബ്ബൽ ആലമീൻ. ഇത്രയും ആ ദുആ ഏകദേശം 8 വരി കാണും. ഇത് പേപ്പറിൽ എഴുതി വെച്ച് ഡാഷ്ബോർഡിൽ ഇട്ടേക്കണം, ബൈക്കിന്റെ ഫ്രണ്ടിലെ പോക്കറ്റിൽ വെച്ചേക്കണം. വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ 10 പ്രാവശ്യം ഇത് കണ്ട് വായിക്കും, മനഃപ്പാടമായിക്കോളും. ഇതിന്റെ അർത്ഥം ഒന്ന് പഠിക്കണം. വിശാലമായ അർത്ഥമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറയുന്നത്, സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് ചെറുതും വലുതുമാകുന്ന ഒരു കാര്യത്തിന് സ്ത്രീ പുറപ്പെടാൻ പാടില്ല. ഇനി ഭർത്താവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ പോലും സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. ഹജ്ജിനാണെങ്കിൽ പോലും. പിന്നെ ചില സ്ത്രീകൾ ഹജ്ജിന് പോകുന്നതോ അതിന് ഉലമാക്കൾ സംഘം ചേർന്ന് മശൂറ ചെയ്തൊരു അഭിപ്രായ മസ്അല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളായിട്ടുള്ള ഒരു സംഘം സ്ത്രീകളോടൊപ്പം സ്ത്രീക്ക് ഹജ്ജിന് പോകാം. ഹജ്ജിന് മാത്രം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ. മഹ്റമില്ലാതെ വിവാഹബന്ധം ഹറാമായിട്ടുള്ള സഹോദരൻ, ഭർത്താവ്, മക്കൾ ഇവരല്ലാതെ, ഇവർ കൂടെ ഇല്ലാതെ ഒരു സ്ത്രീ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നംറഅതി ഖറജത അൻ യഹുജ്ജ. ഹജ്ജിന് വേണ്ടി എന്റെ ഭാര്യ പുറപ്പെട്ടിരിക്കുകയാണ്, ഞാനാകട്ടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാ. എന്താ റസൂലേ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞെന്നറിയുമോ? ഇൻ തലിക് ഫഹുജ്ജ മഅംറഅതിക്. നീ യുദ്ധത്തിനൊന്നും വരണ്ട, ഭാര്യയുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു. അപ്പൊ ഭാര്യമാരെ ഒറ്റയ്ക്ക് വെളിയിറക്കി വിടരുത്. അവരുടെ കൂട്ടത്തിൽ മഹറം ഉണ്ടാകണം. ഇത് നബി തങ്ങൾ തരുന്ന വലിയ പാഠമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കയറ്റത്തിലേക്ക് കയറുമ്പോൾ ഇദാ അലൗ അത്തനായ കബ്ബറു വഇദാ ഹബതു സബ്ബഹു. യാത്ര വണ്ടി ഇങ്ങനെ മുകളിലേക്ക് കയറുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയണം. താഴേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ യാത്രയിലുള്ള മര്യാദകളാണ്, യാത്രയിൽ പാലിക്കേണ്ടുന്ന നിബന്ധനകളാണ്. ഇന്ന് നമ്മുടെ യാത്ര എന്താ? ഈ നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ? വീട്ടിൽ വന്ന് തിരിച്ചിറങ്ങുമ്പോൾ, യാത്ര കഴിയുമ്പോൾ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ മാ അൻത ഖൈറുൽ മുൻസിലി, ഇതൊക്കെ പറയും. ബഹുമാനമുള്ള ഒരു അപകടങ്ങളും സംഭവിക്കൂല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ
ആ പിതാവ് അവര് മരിക്കുന്നത് വരെ അവരുടെ വിഷമം കാണും. അനിയന്ത്രിതമായിട്ടുള്ള വേഗത, യാതൊരു നിയന്ത്രണവുമില്ലാത്ത വാഹനം ഓടിക്കുന്നു, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു നിബന്ധനകളും പാലിക്കാതെ ചുമപ്പ് കത്തുമ വണ്ടി എടുത്തോണ്ട് പോകും. ചുമപ്പ് കത്തുമ വണ്ടി എടുത്ത് അങ്ങനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അള്ളാഹു കാത്തുരക്ഷി. അവർക്ക് കൃത്യം, എന്റെ അഭിപ്രായം, അവർക്ക് കൃത്യമായ മഹല്ല അടിസ്ഥാനത്തിൽ ബോധവൽക്കരണം കൊടുക്കണം. കൃത്യമായി ബോധവൽക്കരണം കൊടുക്കണം. ലഹരി നിയുക്ത ക്യാമ്പയിൻ പോലെ ഇവർക്ക് വാഹനം എങ്ങനെ ഓടിക്കണം, വാഹനം സ്പീഡിൽ ഓടിച്ചാൽ, അനിയന്ത്രിതമായിട്ടുള്ള വേഗതയിൽ ഓടിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന അപകടം എന്താണ്, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇത് കൃത്യമായി ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായിട്ട്. യാത്ര പുറപ്പെടുമ്പോൾ ഈ പറയുന്ന നിബന്ധന ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. സലാസു ദഅവാതിൻ മുസ്തജാബാതുൻ, 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു ഉറപ്പായും സ്വീകരിച്ചിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം ആളുകളുടെ ദുആ റബ്ബ് ഉറപ്പായും സ്വീകരിച്ചിരിക്കും. നബി തങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞു, ലാ ശക്ക ഫീഹിന്ന, ഒരു ഡൗട്ടും വേണ്ട, ഒരു സംശയവും വേണ്ട, 3 വിഭാഗം ആളുകളുടെ ദുആ റബ്ബ് സ്വീകരിച്ചിരിക്കും. ഒന്ന് ദഅവത്തുൽ മുസാഫിർ, ദുആഉൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യാത്രയിൽ നമ്മുടെ ആവശ്യം ചോദിക്കണം. അല്ലാഹു എന്റെ കടം മാറ്റി തരണേ റബ്ബേ, എന്റെ വിഷമങ്ങൾ മാറ്റി തരണേ റബ്ബേ, എന്റെ മകന്റെയും മകളുടെയും പഠിത്തം നീ ശരിയാക്കണേ റബ്ബേ, എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാക്കി തരണേ റബ്ബേ. ഈ രീതിയിൽ ദുആ ചെയ്യാൻ സാധിക്കണം. എപ്പോ? യാത്രയിൽ. യാത്രക്കാരന്റെ ദുആ മറയില്ലാതെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു ദുആഉൽ വാലിദ്, ഒരു പിതാവിന്റെ ദുആ, തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പിതാവിന്റെ ദുആ മറയില്ലാതെ റബ്ബ് സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്ര നമ്മൾ ദുആ ചെയ്യുന്നു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും കച്ചവടത്തിന്റെ പേരിൽ, രാവിലെ പുറപ്പെടും, രാത്രി വന്ന് കയറും, മക്കളൊക്കെ ആ സമയത്ത് ഉറങ്ങും, ഇല്ലേ? കാര്യമായിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, എന്റെ പിതാവ് ഇന്നും തഹജ്ജുദ് നമസ്കരിച്ച്, അന്ന് 63 വയസ്സുണ്ട്, അന്നും ഇന്നും എല്ലാ പിതാവ് എനിക്ക് വേണ്ടി തഹജ്ജുദിന്റെ സമയത്ത് ദുആ ചെയ്യും. നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എത്ര ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയിരിക്കുന്നത്. എത്ര ഈ പറയുന്ന വാഹനമൊക്കെ എത്ര അനിയന്ത്രിതമായ വേഗതയിൽ ഓടിച്ചാണ് അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നത്. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. ഒരു പിതാവിന്റെ ദുആ മറയില്ലാതെ സ്വീകരിക്കും. മൂന്നാമത് നബി തങ്ങൾ പഠിപ്പിച്ചത് ദുആഉൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, ആരെയും അടിക്കാൻ പാടില്ല, കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അവരുടെ മനസ്സ് വേദനിച്ച്, നാവ് കൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, നാവ് കൊണ്ട് ദുആ ചെയ്യണമെന്നൊന്നുമില്ല, അവരുടെ മനസ്സിൽ നിന്നൊരു ദുആ വരുമല്ലോ വിഷമിച്ചതിന്റെ പേരിൽ, ഈ ദുആ അല്ലാഹു മറയില്ലാതെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒന്ന് യാത്രക്കാരന്റെ ദുആ, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള പിതാവിന്റെ ദുആ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഈ വിഷയം ഇന്ന് സംസാരിക്കാൻ കാരണം ഇന്നലെ പറഞ്ഞതുപോലെ 23 വയസ്സേ ഉള്ളൂ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. എല്ലാവർക്കും വിഷം ആ നാട് ഒന്നാകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലുള്ള പയ്യൻ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറങ്ങിയാലും, സഹോദരൻ ഇറങ്ങിയാലും, മക്കൾ ഇറങ്ങിയാലും അവരുടെ കൈ പിടിച്ചിട്ട് ദുആ പറഞ്ഞിട്ടേ വിടാവുള്ളൂ. അസ്തൗദിഉല്ലാഹു ദീനക വ അമാനതക വ ഖവാതിമ അമലിക്, നിന്റെ വിശ്വസ്തതയുടെ വിഷയത്തിൽ, നിന്റെ ദീനിന്റെ വിഷയത്തിൽ, നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനത്തിന്റെ വിഷയത്തിൽ റബ്ബിനെ ഞാൻ തവക്കുൽ ഏൽപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് യാത്രയ്ക്ക് വേണ്ടി പറഞ്ഞു വരണം. അല്ലാഹു ഈ കാര്യങ്ങളെല്ലാം അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ ആപത്ത്, അപകട, പ്രതിസന്ധി, മുഴുവൻ പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ പ്രത്യേകമായ ആജിലായ താമായ മുസ്തമറായ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കരുനാഗപ്പള്ളിയിലുള്ള ഖൈറുൻ നിസ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഇന്നലെ മരണപ്പെടുകയുണ്ടായി. ഖബറടക്കം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക ജീവിതം സന്തോഷദായകമാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.